വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. വിശുദ്ധമായ ഖുർആനിൻ്റെ മഹത്തായ സന്ദേശമാണ് ഈ പറയപ്പെട്ട ആയത്ത്. ഒരിക്കലും നന്മയും തിന്മയും തുല്യമാവൂല. നമ്മൾ തിന്മ ചെയ്തിട്ട് അതിനെ നന്മയായിട്ട് കാണാനോ നന്മയെ ഒരാൾ തിന്മയായിട്ട് കണ്ടുകൊണ്ട് പരിവർത്തിക്കാനോ പാടില്ല. ഒരാൾ എങ്ങനെയാണോ മറ്റൊരാളോട് പെരുമാറേണ്ടത് എന്നുള്ള വിശുദ്ധ ഖുർആൻ്റെ സന്ദേശമാണ് ഈ ആയത്തിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. നന്മകളൊക്കെ അംഗീകരിക്കാൻ പഠിക്കണം. ഒരാൾ നമ്മോട് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ലതിനെ നല്ലതായിട്ടാണ് കാണേണ്ടത്. മാത്രമല്ല, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ നല്ലതാക്കി കാണാനും അതിനെ പതിവാക്കാനോ നമ്മൾ വളരെ മോശക്കാരനാവാനോ പാടില്ല. മാത്രമല്ല, നമ്മളോട് ഒരാൾ മോശത്തരം ചെയ്താൽ, നമ്മളോട് ഒരാൾ ഉപദ്രവം കാണിച്ചാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത് അഹ്സനായത് എന്താണോ അതാണ്. അഹ്സനേതാണ്? ഹസനത്താണ്, നല്ലതാണ്, നന്മയാണ്. ആ നന്മയായിരിക്കണം നമ്മോട് ആരൊക്കെ ശത്രുത വെച്ചോ നമ്മെ ആരൊക്കെ ഉപദ്രവിച്ചോ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളോട് ഒരാൾ അവിവേകമായിട്ട് വല്ലതും പെരുമാറി, മോശമായിട്ട് പെരുമാറി, ആക്രമിച്ചു, അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ശറഇൻ്റെ കാഴ്ചപ്പാടിൽ വളരെ നല്ല കാര്യമൊന്നുമല്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശമെന്ന് പറയുന്നത്. വിശുദ്ധരായ മുഫസ്സിരീങ്ങൾ ഇതിന് വിശദീകരണം കൊടുക്കുന്നത് ഇദാ അസാഅ ഇലൈക്കൽ ഖൽഖ് ഫഅഖ്ബിൽ ഇസാഅതഹും ബിൽ ഇഹ്സാനി ഇലൈഹിം എന്നാണ്. വല്ലവരും നിങ്ങളോട് മോശത്തരം കൊണ്ട് പെരുമാറിയാൽ ആ മോശത്തരം കൊണ്ട് അവരോട് പെരുമാറാതെ അവരിലേക്ക് നന്മ കൊണ്ട്, നല്ല സ്വഭാവം കൊണ്ട്, ഉത്തമരായ ആളുകൾ കാണിക്കുന്ന സ്വഭാവം കൊണ്ട് തിരിച്ചു പെരുമാറണേ എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇതൊരു ശത്രു ചെയ്താൽ പോലും നിന്നോട് വിവേകമില്ലാതെ പെരുമാറിയിട്ടുള്ള, നിന്നോട് ദേഷ്യത്തോടുകൂടി പെരുമാറുന്ന നിൻ്റെ ശത്രുവിനോട് അപക്വമായ രൂപത്തിൽ പെരുമാറിയാൽ പോലും നീ അവനോട് സ്വന്തം കൂട്ടുകാരനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ പടിയിൽ തന്നെ പെരുമാറണം. ഇതാണ് ഷഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാരോട് കാണിച്ചൊരു സമീപനമുണ്ട്. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഹിജ്റയ്ക്ക് മുമ്പ് ഖുറൈശികളായ മുശ്രിക്കീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച ക്രൂരതയെ സംബന്ധിച്ചൊന്നും വിശാലമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നബി തങ്ങളെ പട്ടിണിക്കിടുകയും പ്രയാസപ്പെടുത്തുകയും സുമയ്യ ബീവിയെ പോലുള്ള നബിയുടെ അണികളെ കൊലപ്പെടുത്തുകയും ചെയ്ത കുഫരിങ്ങൾ, ഇത്രക്കും ദുൽമ് കാണിച്ച അക്രമികളായ ആളുകളോട് നബി തങ്ങൾ ഫത്ഹു മക്കയുടെ ദിവസം എങ്ങനെയാണ് പെരുമാറിയത്? ഇത്രക്കും ബുദ്ധിമുട്ട് കാണിച്ച ആളുകളോട് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇദ്ഹബൂ ഫഅൻതുമുത് തുലഖാ, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ മോചിതരാണ്, നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മോശമായ പ്രതികരണവും ഉണ്ടാകൂല. ഇഹ്സാൻ എന്താണ് എന്ന് ഷഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്ഹു മക്കയുടെ അന്ന് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ ഒരാൾ വളരെ ചീത്ത പറയുകയും മോശപ്പെടുത്തുമായിരുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് മാന്യമായ രൂപത്തിൽ പറയുന്നുണ്ട്, ഇൻ കാന മാ ഖുൽത ഫീ ഹഖീ ഹഖ്ഖാ, നീ എൻ്റെ കാര്യത്തിൽ പറയുന്നത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ, എന്നെ മോശപ്പെടുത്തി പറയുന്നത് എൻ്റെ ജീവിതത്തിലുള്ള മോശമായ കാര്യമാണെങ്കിൽ, ഓഫറല്ലാഹു ലി, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. വ ഇൻ കാന ബാത്തിലൻ, ഇനി നീ പറയുന്നത് എൻ്റെ ജീവിതത്തിലില്ലാത്ത കള്ളമാണ് നീ എൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഓഫർ അല്ലാഹു ലക, അല്ല നിനക്കും പുറത്തു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായ ഒരു സമീപനം നടത്തിയപ്പോൾ ഫഹജില റജുൽ, ആ മനുഷ്യൻ തല താത്തി, തല കുനിച്ചു നിന്നു. ആ വ്യക്തി അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. തിരിച്ചു പ്രതികരിക്കുന്നത് എങ്ങനെയാണോ ആ പ്രതികരണമായിരിക്കും നമ്മോട് തിരിച്ചു കിട്ടുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അബുൽ ഹസൻ അൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിനെ മറ്റൊരാളിങ്ങനെ ചീത്ത പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസരി തങ്ങൾ അദ്ദേഹത്തിലേക്ക് ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ്റെ കയ്യിൽ ഈത്തപ്പഴത്തിൻ്റെ ഒരു തട്ട് കൊടുത്തയച്ചു. ഈത്തപ്പഴം നിറഞ്ഞു കവിയുന്ന ഒരു തട്ട് സമ്മാനമായിട്ട് കൊടുത്തയച്ചു. എന്നിട്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറയാൻ ആവശ്യപ്പെട്ടു, ബലഅനി അന്നക അഹ്ദൈത ഇലയ്യ ഹസനാതിക്, എനിക്ക് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. നീ എന്നെപ്പറ്റി മോശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നീ നിൻ്റെ നന്മകളെ എനിക്ക് ഹദിയയായിട്ട് തന്നു എന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. നീ എനിക്ക് നിൻ്റെ നന്മകളെ, എൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൻ്റെ നന്മകളെ എനിക്ക് പകരമായിട്ട് തന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതുപോലത്തെ സമ്മാനം നിനക്ക് ഞാൻ നൽകണമല്ലോ എന്നുള്ള കാര്യമാണ്. എനിക്ക് മനസ്സിലപ്പം തന്നെ തോന്നിയത്, നിൻ്റെ നന്മകളൊക്കെ നീ എനിക്ക് തന്നു,
അതുകൊണ്ട് ഇനിയിപ്പോൾ നിൻ്റെ തിന്മകൾ മാത്രമേ നിൻ്റെ കയ്യിലുള്ളൂ. ഇനി എന്നെപ്പറ്റി അയ്ബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, ഒരു മുഅ്മിന് ഒരിക്കലും ഒരു മുഅ്മിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നെപ്പറ്റി പറഞ്ഞു. അതുകൊണ്ട് നിൻ്റെ നന്മ എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് നിനക്ക് നൽകാൻ പറ്റിയിട്ടുള്ള ഹദിയ ഈ ഈത്തപ്പഴത്തിൻ്റെ തട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ മാന്യമായ രൂപത്തിൽ പ്രതികരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു, ഇസ്ലാമിൻ്റെ ശരിയായ പാന്താവിലേക്ക് മടങ്ങി വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ മാന്യമായ രൂപത്തിലേക്കാണ്, അതായത് ചരിത്രം പഠിപ്പിക്കുന്നത് ആയിരാ ദറജാത്തിൽ അഖ്ലാഖ്, സ്വഭാവത്തിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു ദറജയുണ്ട്, ഒരു ഉന്നതമായ ദറജ. അതിലേക്കാണ് ഇസ്ലാമിൻ്റെ എല്ലാവരെയുമുള്ള ക്ഷണം. എല്ലാവരെയും ഇസ്ലാം അതിലേക്കാണ് ക്ഷണിക്കുന്നത്. എന്തല്ല, ശരീരത്തിൽ പക വ്യാപിപ്പിക്കണമെന്നും പക പ്രചരിപ്പിക്കണമെന്നുമല്ല ഇസ്ലാം ഒരിക്കലും പ്രചരിപ്പിക്കുന്നത്. അഫ്വ് കൊടുക്കണമെന്നാണ് ഇസ്ലാം പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. തന്നോട് എത്രയോ മോശമായിട്ട് പെരുമാറിയ ആളോട് തിരിച്ച് നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കുന്നത് ക്ഷമിക്കുന്നവർക്ക് മാത്രമാണെന്ന് വിശുദ്ധമായ ഖുർആൻ അതിനുശേഷം അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുന്നവരായ ആളുകൾക്ക് ഇത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ ക്ഷമ വളരെ പ്രധാനമാണ്. ഈ ക്ഷമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഒരാളോട് നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണോ തന്നോട് പെരുമാറിയത് അതേപോലെ മാത്രമേ പെരുമാറാൻ ഒരു മനുഷ്യന് സാധിക്കൂ. നമുക്ക് ത്വയ്ഫുകാരുടെ ചരിത്രം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വയ്ഫുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയ സമയത്ത് അവർ വളരെ ബുദ്ധിമുട്ടാണ്. തിരിച്ച് കല്ലെറിഞ്ഞുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടൊക്കെ നബി തങ്ങളെ ആട്ടിയോടിച്ചു. കല്ലെറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്നും രക്തം ഒഴുകിയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നുണ്ട്, റസൂലേ, അങ്ങ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന 2 മലകൾക്കിടയിൽ അവരെ ഞെരുക്കിക്കൊണ്ട് കൊല്ലും. അള്ളാഹുവിൻ്റെ വിധി അങ്ങനെ വന്നിട്ടുണ്ട്, കൽപ്പന വന്നിട്ടുണ്ട്. റസൂലെ, അങ്ങ് കൽപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നബിതങ്ങളെ സംരക്ഷിക്കുന്ന രൂപത്തിൽ ജിബ്രീലിനെ നിയോഗിച്ചുകൊണ്ട് ആ ഒരു സമുദായത്തിൻ്റെ പ്രയാസത്തിന് സമുദായം കല്ലെറിഞ്ഞപ്പോൾ കല്ലുകളാൽ നിറഞ്ഞിട്ടുള്ള മലകൾക്കിടയിൽ അവരെ അമർത്തിക്കൊണ്ട് അവരുടെ ജീവൻ എടുക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വഹീൻ്റെ വിളിയാളവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ റസൂലുള്ള ജിബ്രീലിനോട് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഞാൻ അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പിൻഗാമികളായ ആളുകളുണ്ടല്ലോ, ഇനി വരാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടായാൽ അതാണ് എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചീത്ത പ്രവർത്തിച്ചപ്പോൾ, കല്ലെറിഞ്ഞ് ആട്ടിവിട്ടപ്പോൾ അവരോട് ഹസനത്തിൻ്റെ സ്വഭാവം കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ മാതൃകയാണ് റസൂലുള്ളാഹി കാണിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ 2ാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ ഒരാൾ വളരെ ചീത്ത വിളിച്ചു. ചീത്തയായ രൂപത്തിൽ അദ്ദേഹത്തോട് പെരുമാറി. അപ്പോൾ അദ്ദേഹത്തിന് ആ ചീത്ത വിളിച്ച മോശം വർത്താനം പറഞ്ഞ അയാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉമർ തങ്ങൾ തുനിഞ്ഞ സമയത്ത് സ്വഹാബാക്കളിൽ നിന്നും ഒരാൾ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ, ഹുദിൽ അഫു, അങ്ങ് അവന് മാപ്പ് കൊടുക്കുമോ? എന്നിട്ട് പറയുന്നുണ്ട്, അവനോട് നല്ല രൂപത്തിൽ അങ്ങ് നല്ല രൂപത്തിൽ അവർക്ക് നല്ലതുകൊണ്ട് ചെയ്യുക, നല്ലതുകൊണ്ട് കൽപ്പിച്ചാൽ പോരെ. ആരിത് അനിൽ ജാഹിലീൻ, ഈ വിഡ്ഢികളായ ആളുകളെയൊക്കെ അങ്ങ് നവർമൈൻഡാക്കണം. അവരുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവർക്ക് ശിക്ഷ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സമയം പോകുമെന്നല്ലാതെ അഫൂ കൊടുക്കുകയാണെങ്കിൽ റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം ഗുണങ്ങൾ കിട്ടില്ല എന്നുള്ള ആ ഒരു സന്ദേശം ഒരു സ്വഹാബി വരെ എണീറ്റുന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ മിണ്ടാതിരിക്കുകയും ആ ജാഹിലായിട്ടുള്ള ആ തന്നെ മോശപ്പെടുത്തിയ ആൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തു. അതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ സൂ ഹദ്ദിൻ അദീം. അല്ലാഹു ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലൊരു സ്വഭാവം കിട്ടുന്നത്, അതിനെ കണ്ടുമുട്ടുന്നത് ക്ഷമിക്കുന്നവർ മാത്രമാണ്. ക്ഷമിക്കുന്ന അത്രത്തോളം സ്വാഭിരീയങ്ങളായ ആളുകളാണെങ്കിൽ എത്ര ബുദ്ധിമുട്ട് വരുമ്പോഴും അതിനെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ക്ഷമിച്ചുകൊണ്ട് അതിനെ സമീപിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ തന്നോടൊരാൾ മോശം ചെയ്യുമ്പോൾ അവനക്ക് തിരിച്ച് നന്മ ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാകൂ. മാത്രമല്ല വളരെ വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഗുണമുള്ള സ്വഭാവം ഉണ്ടാകൂ. സൂ ഹദ്ദിൻ അദീം, വളരെയധികം സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള, ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുണമുള്ള സ്വഭാവം ജീവിതത്തിൽ ലഭിക്കൂ എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈമാനുള്ള ആളുകൾ, ഈമാൻ ശക്തിപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഗുണമുള്ള സ്വഭാവമാണ് ഇത്. അതുകൊണ്ട് തന്നെ പാപങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്
പ്രതികാര നടപടിയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അഫ്വ് ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മളിൽ വേണം. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെയാണല്ലോ. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്ർ അധികരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മോശം ചെയ്തവരൊക്കെ അവർക്കൊക്കെ ഗുണം ചെയ്യണം. അത് വലിയ സച്ചിതരായ ആളുകൾ കാണിച്ചു തന്നിട്ടുള്ള നല്ല സ്വഭാവമാണ്. ഈ സ്വഭാവം നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സച്ചിതരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.